ഹായ് ഹലോ വെൽക്കം ടു CAD ലെസൺസ്. ഇന്ന് ആങ്കർ ബ്രാക്കറ്റിൻ്റെ 3D മോഡലാണ് സോളിഡ്വർക്സിൽ ഡിസൈൻ ചെയ്യുന്നത്. സോളിഡ്വർക്സ് ഓപ്പൺ ചെയ്യുന്നു, ന്യൂ ഫയലിൽ പാർട്ട് ഡിസൈൻ സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. റൈറ്റ് പ്ലെയിനിലാണ് വരയ്ക്കുന്നത്. റൈറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്തു, സ്കെച്ചിൽ ക്ലിക്ക് ചെയ്തു, റെക്റ്റാങ്കിൾസിൽ സെൻറ്റർ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു, ഒറിജിൻ ബേസ് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഡയമെൻഷൻ ചെയ്യുന്നു. സൈഡ് ലൈൻ 50 mm, ബോട്ടം ലൈൻ 75 mm. മുകളിലുള്ള ഹൊറിസോണ്ടൽ ലൈൻ സെലക്ട് ചെയ്ത് അതിനെ കൺസ്ട്രക്ഷൻ ലൈൻ ആക്കാൻ വേണ്ടി ഫോർ കൺസ്ട്രക്ഷൻ ഓൺ ചെയ്ത് ടിക്ക് ചെയ്യുന്നു. സെൻറ്റർ ലൈൻ ഉപയോഗിച്ച് മുകളിലെ ലൈനിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് മുകളിലേക്കൊരു ലൈൻ വരച്ചു. ആ ലൈനിൻ്റെ ഡയമെൻഷൻ 25 mm ആണ്. അതിൻ്റെ എൻഡിൽ സർക്കിൾസ് വരയ്ക്കുന്നു. സർക്കിൾസിൻ്റെ ഡയമെൻഷൻസ് 540, 520, 40ഉം 20ഉം ഡയമീറ്ററുള്ള രണ്ട് സർക്കിൾസ് വരച്ചു. എൻഡിൽ നിന്ന് ടാൻജൻ്റായി, സർക്കിളിൻ്റെ ടാൻജൻ്റായി രണ്ട് ലൈൻസ് വരയ്ക്കുന്നു. ട്രിം ടൂൾ ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത ലൈൻസ് കട്ട് ചെയ്ത് കളയുന്നു. ഇവിടെ ഒറിജിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒറിജിന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്ട്രെയിറ്റ് സ്ലോട്ട് വരയ്ക്കുന്നു. സ്ട്രെയിറ്റ് സ്ലോട്ട് സെലക്ട് ചെയ്തു, ആദ്യം ഒന്ന് വരയ്ക്കുക, അതിനുശേഷം ഡയമെൻഷൻ ചെയ്യുക. സ്മാർട്ട് ഡയമെൻഷൻ ഉപയോഗിച്ചു. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R8 ആണ്. സർക്കിൾ ടു സർക്കിൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 14 mm ആണ്. എഡ്ജിൽ നിന്ന് ആദ്യത്തെ സർക്കിളിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് 20 mm ആണ്. ഇപ്പോൾ സ്ലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്കെച്ച് കംപ്ലീറ്റ് ആയി. ഐസോമെട്രിക് വ്യൂവിലേക്ക് വെക്കുന്നു. ഫീച്ചർ ടാബിൽ എക്സ്ട്രൂഡഡ് ബോസ് ബേസ് കൊടുക്കുന്നു. താഴത്തെ പോർഷൻ മാത്രം സെലക്ട് ചെയ്യുക. എക്സ്ട്രൂഡ് വാല്യൂ എന്ന് പറയുന്നത് 12 mm ആണ്. ടിക്ക് ചെയ്യുന്നു. എഗെയിൻ ആ സ്കെച്ച് തന്നെ ഓപ്പൺ ആകുന്നു. അതേ സ്കെച്ച് സെലക്ട് ചെയ്യുന്നു. എക്സ്ട്രൂഡഡ് ബോസ് ബേസ്, മുകളിലെ സർക്കിൾസിൻ്റെ ഒരു പോർഷൻ മാത്രം സെലക്ട് ചെയ്യുന്നു. എക്സ്ട്രൂഡഡ് വാല്യൂ 20 mm. ഒരു 8 mm എക്സ്ട്രാ എക്സ്റ്റൻഷൻ പുറത്തേക്ക് കാണാൻ പറ്റും. വീണ്ടും ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്ത് സ്കെച്ച് കൊടുക്കുന്നു. നോർമലിൽ വെക്കുന്നു. കൺവേർട്ട് എൻറ്റിറ്റി സെലക്ട് ചെയ്ത് ഈ സൈഡ് ലൈൻ സെലക്ട് ചെയ്ത് ടിക്ക് ചെയ്യുന്നു. ആ ലൈന് സ്കെച്ചിലേക്ക് വന്നിട്ടുണ്ട്. താഴെ ഇവിടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. അതിന് ഡയമെൻഷൻ ചെയ്യാം 20 mm. ഈ ലൈനിൽ നിന്ന് മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയി ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കുന്നു. അതിൻ്റെ ഡയമെൻഷണൽ വാല്യൂ 12 mm. ഇനി സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ഈ എൻഡിൽ സർക്കിൾസ് വരയ്ക്കുന്നു. ഫസ്റ്റ് സർക്കിൾ 12 mm ആണ് അതിൻ്റെ റേഡിയസ് വരിക. സെക്കൻഡ് സർക്കിൾ ഡയമെൻഷൻ ചെയ്യണം. അതിൻ്റെ വാല്യൂ 512 ആണ്. 12 mm ഡയമീറ്റർ. എഗെയിൻ ഈ എൻഡിൽ നിന്ന് ടാൻജൻ്റായി ഒരു ലൈൻ വരയ്ക്കുന്നു. ലൈനിൻ്റെ എക്സ്ട്രാ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കളയും. സ്കെച്ച് കംപ്ലീറ്റ് ആയി. ഐസോമെട്രിക് വ്യൂവിലേക്ക് വെക്കുന്നു. ഫീച്ചർ ടാബിൽ എക്സ്ട്രൂഡഡ് ബോസ് ബേസ് സെലക്ട് ചെയ്തു. ആദ്യം ഒരു ട്രയാങ്കുലർ പോർഷൻ മാത്രം സെലക്ട് ചെയ്യുന്നു. എക്സ്ട്രൂഡ് വാല്യൂ 10 mm ആണ്. അതേസമയം മുകളിൽ ഓഫ്സെറ്റ് വാല്യൂ 16.5 mm. ടിക്ക് ചെയ്യുന്നു. ഇതേപോലെ തന്നെ വീണ്ടും അതേ സ്കെച്ച് ഓപ്പൺ ചെയ്ത് ഉള്ളിലുള്ള രണ്ട് സർക്കിൾസ് കൂടെ ഇതേ രീതിയിൽ എക്സ്ട്രൂഡ് ചെയ്യുന്നു. എക്സ്ട്രൂഡ് വാല്യൂവിൽ വ്യത്യാസമുണ്ട്. 12 mm ആണ് ഇവിടെ എക്സ്ട്രൂഡ് ചെയ്യുന്നത്. ഓഫ്സെറ്റിൽ 16.5 തന്നെ ഓഫ്സെറ്റ് വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ സർക്കിൾസിന് ഒരു 2 mm എക്സ്ട്രാ
പുറത്തേക്കുള്ളൊരു പ്രൊജക്ഷൻ കാണാൻ പറ്റും. ഈ 2 ബോസ് എക്സ്ട്രൂഡുകളും കൺട്രോൾ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം മിറർ ടൂൾ ഉപയോഗിച്ച് മിറർ ചെയ്യുന്നു. മിറർ ഫേസ് ആയിട്ട് ഫ്രണ്ട് പ്ലെയിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഫില്ലറ്റ് ടൂൾ ഉപയോഗിച്ച് 5 mm റേഡിയസിൽ ഈ കാണുന്ന ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് ഫില്ലറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുക, സെലക്ട് ചെയ്യുക, ടിക്ക് ചെയ്യുക. യെസ്, ഫില്ലറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3D മോഡൽ കംപ്ലീറ്റ് ആയി. താങ്ക് യു.